നിങ്ങളാരാ? ഞാൻ ഗിരിരാജൻ. ഗിരിരാജനോ? ആ മറ്റേ പെണ്ണ് കേസിലെ പ്രതിയാണോ? അങ്ങോട്ട് മാറിയിരിക്കേ, അവിടെ ഇരിക്കേ, ഞാൻ വിളിക്കാം സാർ. അമ്മാവൻ പെട്ട്. എന്നാലും കനകണ്ടല്ലോ ഇവിടെ എന്നുള്ളൊരു സമാധാനമേ ഉള്ളൂ. അറിയാവുന്നവരാണെങ്കിൽ പോലീസുകാർ 2 അടി കൂടുതൽ വരും. അതാ ഇവരുടെയൊക്കെ രീതി. ഇതിപ്പോൾ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും അമ്മാവൻ തന്നെയാണ് പ്രതി. ഞാൻ വിചാരിച്ചത് എന്നെ സംഭവിക്കുകയും ചെയ്യും. ഇല്ല കാര്യമുണ്ട്. അതെ, ഒരു സോഡ കിട്ടുമോ? ഭയങ്കര ദാഹം. ഇപ്പം ജയിലിൽ പോയാൽ കനക. സാറേ, അല്ലാതെ ഇപ്പം എത്ര വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരും? എന്തിന്? അല്ലാതെ പിന്നെ എത്ര വർഷം അകത്ത് കിടക്കണം, എത്ര വർഷം അകത്ത് കിടക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്ന കോടതിയാണ്. എന്താ കാര്യം എന്താണ്? അതെന്താ കനക നീ പോലീസുകാർ പറയണ പോലെ പറയണത്? ഞാൻ പിന്നെ പട്ടാളക്കാരെ പോലെ പറയണം? അമ്മാവ ഇത് പോലീസ് സ്റ്റേഷനല്ലേ? ഈ ജാനകി നായരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു 2-3 ആഴ്ചയായിട്ടുള്ള ഫോണിൽ കൂടുതൽ പരിചയമുണ്ട്. ജാനകി നായരെ കണ്ടെത്തിയിട്ടുണ്ട്. ബോഡി എവിടെ നിന്ന് കിട്ടി? അകത്തിരിപ്പുണ്ട്. അപ്പോൾ സാറേ, ജീവനോടെ ശിക്ഷ കുറച്ച് കുറഞ്ഞിരിക്കും. ജാനകി നായർ എവിടെ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമ്മാവനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന, പറ്റിച്ചുകൊണ്ടിരുന്ന ജാനകി നായരാണ് ഈ നിൽക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. അവനറിയില്ല. എല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. ഇല്ല സാറേ, പിന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊടുത്തപ്പോൾ അവൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മണി പോലെ പറഞ്ഞിട്ടുണ്ട്. അൻസാറിൻ്റെ മാമാടെ കടയിൽ കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ, ഫോണിൻ്റെ, മൊബൈൽ ഫോൺ. അതെങ്ങനെയും വിറ്റ് തീർക്കണം. അതിന് കണ്ടെത്തിയ ഒരു പുതിയ ഐഡിയ ആണ്. ആൾക്കാരെ വിളിക്കുക, പെണ്ണുങ്ങളുടെ സ്ഥലത്തിൽ സംസാരിക്കുക, എന്നിട്ട് നിങ്ങളുടെ പഴയ ഫോൺ കൂടുതൽ പുതിയ ഫോൺ വാങ്ങുമോ, അല്ലെങ്കിൽ ഈ പഴയത് സെക്കൻഡ് ഹാൻഡ് വാങ്ങുമോ, കുറച്ചൊരു ക്ലാരിറ്റി വേണമെന്ന് പറയും. അതിൽ വീഴുന്നവരൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെടും. അതിലൊരാളാണ് അമ്മാവൻ. അപ്പൊ ഈ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചതോ? ഫോട്ടോ എടുത്ത് വെച്ചിട്ട് യവന്റെ മുഖം കൂടെ വെച്ച് നോക്കണം. ഇപ്പൊ ഒരു പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഫേസ് ആപ്പ്. ഇതെന്റെ അളിയനാണ്.